ഇത് ഇന്നലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ എണീറ്റ് വരുമ്പോൾ ഈ കാഴ്ചയാണ്. മഴ തോർന്ന് നിൽക്കുന്ന ടൈമാണ്. അത് കഴിഞ്ഞ് പോയിട്ട് ബ്രഷൊക്കെ എടുത്തിട്ട് പോയി പല്ലൊക്കെ തേച്ചു, ചായക്ക് വെള്ളം വെച്ചു. പിന്നെ മിനിഞ്ഞാന്നത്തെ കുറച്ച് മാവ് ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് സാധനം വാങ്ങിക്കാണ്ടായിരുന്നു, കിഴങ്ങൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയ്ക്ക് പോയി അതൊക്കെ വാങ്ങിയിട്ട് വന്നു കേട്ടോ. കിഴങ്ങ് പിന്നെ വേറെ എന്തോ മറന്നു വീട്ടിലേക്ക് എത്തിയിട്ട്. പിന്നെ കിഴങ്ങൊക്കെ ഒന്ന് വേവിക്കാൻ വെച്ചു. ചായ തിളച്ചു കേട്ടോ. ചായ തിളച്ച് അത് ഇറക്കി വെച്ചതിന് ശേഷം കിഴങ്ങ് വേവിക്കാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് വേണ്ട സംഭവങ്ങളൊക്കെ പുറത്തേക്ക് വെച്ച് സബോളയും പച്ചമുളകും എല്ലാം കേട്ടോ. ഒരു ഇഞ്ചി വാങ്ങി വന്നു എന്നിട്ട് അതെല്ലാം അരിഞ്ഞ് വെച്ചു കേട്ടോ. അത് ആവശ്യത്തിനുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ട് കുക്കറിൽ വേവും എല്ലാം ഇങ്ങനെ കുറച്ച് വെച്ചു, സ്ലോ ആക്കി വെച്ചിട്ട് പോയിട്ട് അലക്കാൻ പോയി. വെയിൽ കണ്ടപ്പോൾ അലക്കാൻ പോയതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റൊക്കെ അടിച്ചു വാരി വന്ന് നോക്കിയപ്പോഴത്തേന് അത് വെന്തിറക്കണം. അത് ഓഫാക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. ഓഫാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് സാധാരണ നമ്മൾ എണ്ണ ചൂടായിട്ട് കടുകൊക്കെ പൊട്ടിച്ചതിന് ശേഷം സബോളയും പച്ചമുളക് ഇഞ്ചിയൊക്കെ അരിഞ്ഞ് വെച്ചതൊക്കെ ഇട്ട് കറിവേപ്പിലയും പാകത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടാണ്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് പിന്നെ അതിൽ മറ്റേ പരിപ്പുണ്ടല്ലോ, നമ്മൾ മറ്റേ കൂട്ടാൻ വയ്ക്കുന്ന പരിപ്പല്ലാണ്ട് മറ്റേ പരിപ്പ് ഇട്ടുണ്ടായിരുന്നിട്ടാണ്. പിന്നെ വേവിച്ച് വെച്ച കിഴങ്ങ് അതിലേക്ക് ഇട്ട് അതൊക്കെ ഒന്ന് ഉടച്ച് പാകാക്കി. ഈ പരിവായി കഴിഞ്ഞാൽ നമ്മുടെ മസാല റെഡി ആയിട്ട് കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണേ. പിന്നെ സാധാരണ പോലെ മാവൊക്കെ ഒഴിച്ച് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം മാവൊക്കെ ഒഴിച്ചിട്ട് മാവൊക്കെ പരത്തി ഒന്ന് വെന്ത് വന്നപ്പോൾ അതിൽ നെയ്യൊക്കെ പരട്ടി കൊടുത്തിട്ട് ഈ മാവ് വെച്ചിട്ട് നമ്മൾ സൈഡിലേക്കൊക്കെ ആക്കിയിട്ട് എല്ലാം സെറ്റാക്കിയിട്ടോ. ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയത്. റെസിപ്പി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏട്ടന് ചായയൊക്കെ കൊടുത്തു, ചട്നിയും ചായയും എല്ലാം ഞാൻ ഏട്ടന് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചു. ചോറും വെക്കണമല്ലോ, അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് തീയൊക്കെ കത്തിച്ചിട്ട് പിന്നെ അടുത്ത പണി നോക്കാൻ വേണ്ടി. നല്ലോണം കത്തും, നമ്മൾ പുറമേ ഉള്ള വിറകകത്ത് കൊടുന്ന് വെക്കുന്ന കാരണം നല്ലോണം കത്തുമൊക്കെ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചായ കുടിക്കായിരുന്നു കേട്ടോ. ദോശയും ചമ്മന്തിയും ചായയും എല്ലാവരും പാടെ ഇരുന്നിട്ട് ഞാൻ കുടിച്ചു. അവരൊക്കെ കുടിക്കൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എല്ലാം എടുത്തിട്ട് ഞാനും ചായ കുടിച്ചു. കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിൻ്റെ അത്ര പെർഫെക്ഷൻ ഇല്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ സ്വാദുണ്ടല്ലോ, കുഴപ്പമുണ്ടായില്ല. അതൊക്കെ ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ പോയിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി. അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുന്ന കാരണം ഇടയ്ക്കുള്ളൂ മൂത്രം ഒഴിക്കുന്ന കാരണം ബെഡ്ഷീറ്റ് മാറ്റണം. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി അതൊക്കെ ഒന്ന് നല്ലപോലെ കുഴഞ്ഞ് വിരിക്കലും ഒതുക്കലൊക്കെ ആയി. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ തലോണിയും കാര്യങ്ങളൊക്കെ ഇടൽ കഴിഞ്ഞിട്ട് പിന്നെ തുടയ്ക്കണ പണിയായി. തുടയ്ക്കൽ നിന്നു, എല്ലാം തുടയ്ക്കലുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തുടയ്ക്കാനൊക്കെ നിന്ന് പിന്നെ അതിൻ്റെ ചോറൊന്ന് പോയി നോക്കി വെള്ളം കാഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള അരിയൊക്കെ ഇട്ട് പിന്നെ കുളിയൊക്കെ ഉണ്ട്. ഞങ്ങൾ അമ്പലത്തിലേക്കാട്ടോ പോണത്. അപ്പോൾ ഇന്നത്തെ ചോറ് അവിടെ നിന്ന് അമ്പലത്തിൽ നിന്ന് കഴിക്കണം. നല്ല ക്യൂ ആയ കാരണം ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം പോസ്റ്റ് അടിച്ച് നിന്നു കേട്ടോ. പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് അതുള്ളത്. നമ്മൾ അയ്യപ്പൻ്റെ ഒരു അമ്പലമാണ് കേട്ടോ. പിന്നെ അവിടെ ഉള്ളൊരു കുളമാണിത്, നിറച്ച് മീൻ കേട്ടോ, കണ്ണമീനും പിന്നെ വേറെ എന്തൊക്കെയോ മീനുകളുണ്ട്, നിറച്ച് എൻ്റെ പേര് എനിക്കറിയില്ല. പിന്നെ അവിടെ ഇരിക്കുമ്പോൾ ഉണ്ട് പശു ഉണ്ട്, അവിടെ നിന്ന് തന്നെ കെട്ടഴിഞ്ഞ് വരുന്നു. അതിൻ്റെ കുട്ടി അപ്പുറത്തുണ്ട് തോന്നുന്നു, ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ അത് അതിൻ്റെ അടുത്തേക്ക് പോയി. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ട് ചോറുണ്ട്, സാമ്പാറും ഉപ്പേരിയും പപ്പടവും അച്ചാറും എല്ലാം കൂട്ടി കഴിച്ചു. ചേച്ചിമാർ കഴിക്കാൻ പോയ തക്കത്തിൽ ഞാനും അല്ലു അവിടെ ഇരുന്ന് വീണ്ടും കുളവും മീനും എല്ലാം കണ്ടിട്ട് ഞാനും അല്ല അവിടെ ഇങ്ങനെ ഇറങ്ങിയില്ല. കാരണം വെള്ളമുള്ള കാരണം അല്ലുവിനെ ഇറക്കാൻ പേടിയായിരുന്നിട്ടാ. അപ്പോൾ ഇറങ്ങിയില്ല എന്നിട്ട് അവിടെ ഇരുന്നു. പിന്നെ അവിടെ നിന്നൊരു പായസം കിട്ടിയിട്ടുണ്ടായിരുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന പഴത്തിൻ്റെ ഒക്കെ ടേസ്റ്റുള്ളൊരു പായസമായിരുന്നു. അത് കുടിച്ച് രാത്രി പിന്നെ തേങ്ങാപ്പന്നെ കൂട്ടി ചായ കുടിച്ച് പിന്നെ ചോറ് കൂട്ടിയിട്ട് ചോറും പപ്പടവും മീൻകറി കൂട്ടിയിട്ട് രാത്രി ചോറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം.